1945 ആഗസ്റ്റ് 6-നും 9-നുമായി ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും മണ്ണിൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒന്നാമത്തെ ജനവാസ കേന്ദ്രങ്ങളിലെ ആണവ വിസ്ഫോടനത്തിന് അന്ന് ലോകം സാക്ഷ്യം വഹിച്ചു. അതിൻ്റെ ദുരന്തം പേറുന്നവരാണ് ഇന്നും ആ പ്രദേശങ്ങളിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ. ശരീരത്തിൽ ഒരിഞ്ചു പോലും തൊലിയില്ലാതെ ചോരയിൽ കുതിർന്ന മാംസപിണ്ഡങ്ങളായി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരളിലിരിക്കുന്ന കഥയാണ് ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും വർത്തമാനകാലം നമ്മോട് പറയുന്നത്. ജനിച്ചു മിനിറ്റുകൾക്കുള്ളിൽ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളുടെ നാടായി ഹിരോഷിമയും നാഗസാക്കിയും മാറുകയാണ്. മരണത്തിനു വേണ്ടി മാത്രമുള്ള പിറവികളുടെ നാടായി ഹിരോഷിമയോടും നാഗസാക്കിയോടുമൊപ്പം ഇന്നും വിയറ്റ്നാമും നിലനിൽക്കുകയാണ്. വിയറ്റ്നാമിൻ്റെ മണ്ണിൽ വർഷിച്ച ഏജന്റ് ഓറഞ്ച് പോലെയുള്ള രാസായുധങ്ങളുടെ ഇപ്പോഴത്തെ ഇരകളാണ് അവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെന്ന് നമുക്കറിയാം.